ഈശോ മിശിഹായ്ക്ക് തിരുസഭാ മാതാവ് ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധത്തിൽ നൽകിയിട്ടുള്ള ദൈവവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അതിഥിക്കും ആതിഥേയനുമുള്ള ഉപദേശം. അതിഥിക്കും ആതിഥേയനുമുള്ള ഉപദേശത്തിലൂടെ പ്രധാനമായും 2 കാര്യങ്ങളാണ് ഈശോ നമുക്ക് ഈ നോമ്പ് കാലത്തിൽ പറഞ്ഞു തരുന്നത്. ആദ്യത്തേത് വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടും, രണ്ടാമത്തേത് വിരുന്നിന് ക്ഷണിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടും. ആദ്യത്തേത് വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാട്. വിരുന്നിന് ക്ഷണിക്കപ്പെട്ടത് തന്നെ ശ്രേഷ്ഠം. ആ ശ്രേഷ്ഠതയിൽ സന്തോഷം പൂർണ്ണമാകാതെ, അത് ലഭിച്ച ബഹുമാനത്തിൽ തൃപ്തരാകാതെ കൂടുതൽ ആഗ്രഹിക്കുന്ന അതിഥിയാവരുതെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ഹെബ്രായർ 2:3 ഇങ്ങനെ പറയുന്നു: സ്വാർത്ഥമായ അഭിലാഷത്താലോ വ്യർത്ഥമായ അഹങ്കാരത്താലോ ഒന്നും ചെയ്യരുത്, മറിച്ച് താഴ്മയോടെ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ വിലയുള്ളവരെ കരുതുക. കേട്ടിട്ടില്ലേ നിറകുടം തുളുമ്പില്ല എന്ന്? കേടി തഴമിച്ച ഒരു കഥ പറയാം. ഈശോ ഉണ്ണീശോയായി മറിയത്തിൻ്റെയും ഔസേപിതാവിൻ്റെയും കൂടി നസ്രത്തിൽ ജീവിക്കുന്ന കാലഘട്ടം. ഏറ്റവും നല്ല കുടുംബം ഏതെന്ന് കണ്ടെത്താൻ ഒരാൾ രാജ്യങ്ങൾ മൊത്തം ചുറ്റി നടക്കുന്നു. ഒടുവിൽ അയാൾ ഈശോയുടെ നാട്ടിലെത്തി. പച്ചക്കറി വിൽപ്പനക്കാരനോടും പാൽ വിൽപ്പനക്കാരനോടും പഴം വിൽപ്പനക്കാരനോടുമൊക്കെ ഏറ്റവും നല്ല കുടുംബം ഏതെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും നസ്രത്ത് കുടുംബം ചൂണ്ടിക്കാണിച്ചു. അയാൾ നസ്രത്ത് കുടുംബത്തിലെത്തി. മുറ്റത്ത് ഔസേപ്പപ്പൻ ആശാരിപ്പണികളിലാണ്. എല്ലാവരും പറയുന്നു ഇതാണ് ഏറ്റവും നല്ല കുടുംബമെന്ന്. ശരിയാണ്, വന്നയാൾ ചോദിച്ചു. ഔസേപ്പിതാവ് മറുപടി പറഞ്ഞു: ഞാനെന്ന് പറയാനാണ്, ഈ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കുന്നത് അമ്മ മേരിയാണ്. അവളോട് ചോദിക്കും. മേരിയോട് ചോദിച്ചപ്പോൾ അമ്മ മേരി പറഞ്ഞു: ഈ കുടുംബത്തിന്റെ പ്രകാശം ഉണ്ണീശോയാണ്. അവൻ അപ്പുറത്തെ വീട്ടിൽ കളിക്കുന്നുണ്ട്, അവനോട് ചോദിക്കും. ഉണ്ണിയോട് ചോദിച്ചപ്പോൾ ഉണ്ണി ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞാൻ ഉണ്ണിയല്ലേ? അമ്മ മേരിയും ഔസേപ്പിതാവുമാണ് എൻ്റെ കുടുംബത്തിലെ എല്ലാം. ഫ്രാഞ്ചേഡൻ ആൻഡ് ദ സെയിൻസ് എന്ന മലയാളം സിനിമയാണ് മനസ്സിൽ. പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കുന്ന നായിക കഥാപാത്രം അവസ്ഥാന സ്ഥാനത്തേക്കോ സ്ഥാനമില്ലാത്ത അവസ്ഥയിലേക്കോ തള്ളപ്പെടുന്ന സാഹചര്യം. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയുടെ കാലഘട്ടമാണിത്. ആദർശങ്ങൾ പലതും അധികാര കസേരയിൽ തട്ടി വീഴുന്ന കാഴ്ചകൾ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. സ്ഥാനങ്ങൾ മോഹങ്ങളായി മനസ്സിൽ ഇല്ലാതെയാകുമ്പോൾ നമ്മുടെ ജീവിതം സ്വതന്ത്രമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ദൈവം അംഗീകാരം നൽകുകയും ചെയ്യുന്നു. അല്ലെങ്കിലും നമുക്ക് വേണ്ടത് മനുഷ്യന്റെ കയ്യടിയല്ലോ, ദൈവത്തിന്റെ അംഗീകാരമല്ലേ. ഈ നോമ്പുകാലത്ത് നമുക്ക് നേടിയെടുക്കാവുന്ന ചില അവസരങ്ങളും അവകാശപ്പെട്ട ചില അധികാരങ്ങളും വേണ്ട എന്ന് വയ്ക്കാൻ നമുക്ക് ശ്രമിക്കാം. അറിവിന്റെയും സൗന്ദര്യത്തിന്റെയും മെയ്ക്കൊയ്മ കാണിക്കുന്ന ചില പൊങ്ങച്ച രീതികളിൽ നിന്നും അവ നൽകുന്ന മാനസിക സുഖങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം. രണ്ടാമത്തത് വിരുന്നിന് ആരോഗ്യം ക്ഷണിക്കണമെന്നുള്ളതാണ്. സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഈശോ തിരഞ്ഞെടുത്തത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ടവരെയായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളെയും ശിശുക്കളെയും തന്നോടൊപ്പം നടക്കാൻ ഈശോ അനുവദിച്ചു. തെക്കേ ഇന്ത്യയിൽ മാനസിക രോഗമുള്ളവർക്കായി സ്ഥാപനം നടത്തുന്ന വൈദികനോട് ഈ സേവനം ചെയ്യാനുള്ള പ്രചോദനമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരം മറുപടി പറഞ്ഞു: ബാക്കി ആർക്കൊക്കെ നന്മ ചെയ്താലും ഒരു നോട്ടമെങ്കിലും കിട്ടാതെ വരില്ല, പക്ഷേ ഇവർക്ക് അതുപോലും അറിഞ്ഞുകൂടാ. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള മുഴുവൻ പ്രതിഫലവും തമ്പുരാന് മാത്രമേ നൽകാൻ കഴിയൂ. മനുഷ്യരിൽ നിന്ന് കയ്യടി ആഗ്രഹിക്കാത്ത, മനുഷ്യരിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കാത്ത ആത്മീയമാഴമുള്ള വ്യക്തികളാകാൻ ഈ നോമ്പുകാലം ഇടയാകട്ടെ. സമ്പത്തും അധികാരം നൽകുന്ന സുഖസൗകര്യങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനും അതിലെ ലഹരി അപരനുമായി പങ്കിടാനുമായി ഈ നോമ്പുകാലത്ത് നമുക്ക് ശ്രദ്ധിക്കാം. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.